കേരള സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊച്ചിയിൽ കൊടിയിറങ്ങും. അത്ലറ്റിക്സിൽ മലപ്പുറവും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. ഇന്ന് രാവിലെ നടന്ന ക്രോസ് കൺട്രി മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും സ്വർണം നേടി. എറണാകുളം മഹാരാജാസ് കോളേജിലെ സിന്തറ്റിക് ട്രാക്കിൽ നിന്നും സലീം മാലിക്കും അതുപോലെ അനിൽ വാസുദേവും തത്സമയം ചേരുകയാണ്. ആദ്യം സലീം മാലിക്കിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. സലീം മാലിക്, പറയൂ. ഗുഡ് മോർണിംഗ്. അങ്ങനെ കേരള സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ കേരള സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ്. അവസാന ദിവസം 18 ഫൈനലുകളാണുള്ളത്. ഇപ്പോഴും ഈ ട്രാക്കിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു വശത്ത് ഹാമർ ത്രോയുടെ ഫൈനൽ നടക്കുന്നുണ്ട്, മറ്റൊരു വശത്ത് ഈ 200 മീറ്ററിന്റെ യോഗ്യതാ മത്സരവും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അവസാന ദിവസം വരെയും ഈ അത്ലറ്റിക്കിലെ ചാമ്പ്യൻ ആര് എന്നതിലൊരു സസ്പെൻസ് നിലനിർത്തിയാണ് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെയും മലപ്പുറവും പാലക്കാടും ഓരോ സ്വർണം വീതം നേടിയതോടുകൂടി തന്നെ ആ മത്സരത്തിന്റെ കടുപ്പം അത്രയും അധികമായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ അത്ലറ്റിക്സിന് അപ്പുറത്തേക്ക് ബാക്കി കാര്യങ്ങളിലെല്ലാം തീരുമാനമായിട്ടുണ്ട്. അത് അക്വാട്ടിക്സിലെ ചാമ്പ്യൻ ആരെന്നത് തീരുമാനമായി, ഓവറോൾ ചാമ്പ്യൻ ആരെന്നത് തീരുമാനമായി, ഒപ്പം തന്നെ ഗെയിംസ് വിഭാഗത്തിലൊക്കെ തിരുവനന്തപുരം തന്നെയാണ് ചാമ്പ്യൻ എന്ന് നേരത്തെ തീരുമാനമായതാണ്. പക്ഷേ അത്ലറ്റിക്സിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് പാലക്കാടും മലപ്പുറവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടുകൊടുക്കാതെ പോവുകയാണ്. കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിലൊക്കെ മലപ്പുറത്തിനൊരു വ്യക്തമായ മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് പാലക്കാട് വളരെ വേഗത്തിൽ മുന്നിലേക്ക് കയറുന്നത് കണ്ടതാണ്. അങ്ങനെ ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക് പാലക്കാടിന് മത്സരം കൊടുക്കാനുമായി. ഇപ്പോൾ നമ്മോടൊപ്പം അനിൽ വാസുദേവ് കൂടി ചേരുകയാണ്. അനിൽ, ആദ്യ ദിവസമൊക്കെ നമ്മൾ കരുതിയിരുന്നത് മലപ്പുറം കൂളായി ഇതിന് കടക്കും, അത്ലറ്റിക്സിൽ പാലക്കാടൻ കോട്ട പൊളിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ല. വലിയ മത്സരം പാലക്കാട് കൊടുക്കുന്നുണ്ട് അവരുടെ കോട്ട കാക്കാനായി. ഇന്നും രാവിലെ തന്നെ ഒരു സ്വർണം മലപ്പുറം നേടിയപ്പോൾ തൊട്ടുപിറകെ പാലക്കാട് മറ്റൊരു സ്വർണം കൂടി നേടുന്നു. എന്താ അവസ്ഥ? അതായത് പാലക്കാട് ഒരു കാരണവശാലും കഴിഞ്ഞ 3 തവണ തുടർച്ചയായി ജേതാക്കളാവുന്നവരാണ്. അവരുടെ തുടർച്ചയായ 4ാം കിരീടം നേടാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എത്തിയത്. 400 മീറ്ററിലും 100 മീറ്ററിലും പാലക്കാടിനെ പിഴച്ചപ്പോൾ നമ്മളൊക്കെ സംസാരിച്ചത് ഒരുപക്ഷെ ഇത്തവണ പാലക്കാടൻ കോട്ട പൊളിയുമോ എന്നുള്ളതാണ്. കാരണം ജില്ലകളിൽ സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു. പുതിയതായി വന്ന നാവാമുകുന്ദ തിരുനാവായ ഗംഭീരമായി പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇത്തവണ പാലക്കാട്ടൻ കോട്ട പൊളിയുമോ എന്ന തരത്തിലായിരുന്നു. പക്ഷേ പാലക്കാട് ഒപ്പം പിടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ റിലേ മത്സരങ്ങളൊക്കെയാണ് പാലക്കാടിന്റെ തിരിച്ചുവരവ് കണ്ടത്. ഇന്ന് 200 മീറ്ററും അതുപോലെ തന്നെ 400 മീറ്റർ റിലേ മത്സരങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഒടുവിലെ ഒരു പോയിന്റ് നില കൂടി പറഞ്ഞേക്കാം. ഈ അത്ലറ്റിക്സ് ഗ്രൂപ്പിൽ മലപ്പുറത്തേക്കാൾ സ്വർണത്തിൽ കൂടുതൽ ഇപ്പോൾ പാലക്കാടായിട്ടുണ്ട്. 20 സ്വർണം, മലപ്പുറത്തിന് 19. പക്ഷെ പോയിന്റ് എണ്ണത്തിൽ മലപ്പുറമാണ് 192 മുന്നുമായി ഒന്നാമത്, 169 പാലക്കാട് ഒപ്പമുണ്ട്. എന്തായാലും SKN വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് കാണാം. ആവേശകരമായ മത്സരങ്ങളാണ്. കൊട്ടിക്കലാശം ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കളത്തിലുള്ള കൊട്ടിക്കലാശം, നേർക്കുനേരുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലുള്ള ഒരു കൊട്ടിക്കലാശം നമുക്കിന്ന് കാണാം. ഉറപ്പായും അങ്ങനെയാണ്. അങ്ങനെ വലിയ ശക്തമായ മത്സരം. അതേസമയം സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി കിരീടം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.